എറണാകുളത്ത് ഗർഭിണിയായ യുവതിയെ സിഐ പ്രതാപചന്ദ്രൻ മർദ്ദിച്ച സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. സംസ്ഥാന പോലീസ് മേധാവിക്കാണ് മുഖ്യമന്ത്രി ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിയോഫിനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. തിയോഫിൻ, 2024 കഴിഞ്ഞ വർഷം ജൂൺ 20-നായിരുന്നു ഈ കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായത്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലായിരുന്നു. നമ്മളതിന്റെ ദൃശ്യങ്ങളൊക്കെ കണ്ടതാണ്. വലിയ രീതിയിൽ അടി കൊടുക്കുന്നുണ്ട്, മർദ്ദിക്കുന്നുണ്ട് ആ യുവതിയെ. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെടൽ നടത്തുന്നു, കർശനമായ നടപടി സ്വീകരിക്കാൻ പറയുകയാണ്. എങ്ങനെയൊക്കെയാണ് വിവരങ്ങൾ? ഭദ്ര, സ്ഥിതി ഈ ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അടിയന്തര ഇടപെടൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നായിരിക്കുന്നത്. സ്ത്രീയുടെ ഷൈമോൾ എന്ന സ്ത്രീയാണ് പരാതി നൽകിയിട്ടുള്ളത്. ഇവർ നേരത്തെ തന്നെ പരാതി ഉന്നയിച്ചിരുന്നെങ്കിൽ കൂടി ഇതിന്റെ ഒരു ദൃശ്യങ്ങൾ ലഭ്യമായിരുന്നില്ല. കാരണം പോലീസ് തന്നെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ അതിന് ഉപോത്ബലകമായ ദൃശ്യങ്ങൾക്ക് ആവശ്യമുണ്ടായിരുന്നു. പിന്നീട് കോടതിയുടെ ഇടപെടലിലാണ് ഈ ദൃശ്യങ്ങൾ ലഭ്യമായത്. വളരെ ക്രൂരമായ മർദ്ദനമാണ് എന്നത് ഈ ദൃശ്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഇവരുടെ ഭർത്താവിനെ നേരത്തെ ദൃശ്യങ്ങൾ ചിത്രീകരിച്ചപ്പോൾ ഇതിന്റെ പേരിൽ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ആ ഭർത്താവിനെ കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെയാണ് ഷൈമോൾ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നത്. 2024 ജൂൺ 20-നായിരുന്നു സംഭവം. അവിടെ എത്തി പോലീസുകാരോട് വിവരങ്ങൾ തേടിയപ്പോൾ ഈ ഭർത്താവിനോട് സംസാരിക്കാൻ അനുവദിച്ചില്ല. ഗർഭിണിയായിരുന്നു ഷൈമോൾ. നിർബന്ധമായി ഭർത്താവിനോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതിനിടെ ദേഷ്യപ്പെട്ട പോലീസുകാർ സംസാരിക്കുകയും ഇവരെ അങ്ങോട്ട് അടുക്കാൻ ശ്രമിച്ചു. കാരണം ഷൈമോൾ മാത്രമല്ല, ഇവർക്കൊപ്പം മറ്റു ബന്ധുക്കളായ സ്ത്രീകൾ കൂടി ഉണ്ടായിരുന്നു. ഇവരെ ഈ ഭർത്താവിനോട് സംസാരിക്കാൻ അനുവദിക്കാതെ തടഞ്ഞു നിർത്തുകയായിരുന്നു. പിന്നീട് ഇവർ ഭർത്താവിനെ കാണണമെന്ന് ആവശ്യപ്പെട്ടതിനിടെ ക്രൂരമായി ഇവരെ മർദ്ദിച്ചു. അതിക്രൂരമായ മർദ്ദനമാണ് ഈ സ്ത്രീക്ക് നേരെ ഉണ്ടായത്. പിന്നീട് തുടർന്നാണ് ഷൈമോൾ, കാരണം ഗർഭിണി കൂടിയായിരുന്നു ഷൈമോൾ, അങ്ങനെ ഒരു അവസരത്തിൽ കൂടിയാണ് ഇത്രയും ക്രൂരമായ ഒരു മർദ്ദനം ഏൽക്കേണ്ടി വന്നത്. ഇതിന് പിന്നാലെ ഇവർ പരാതി നൽകുകയും ചെയ്തിരുന്നു. പിന്നീട് ആണ് ഈ കോടതിയുടെ ഇടപെടലിന് പിന്നാലെയാണ് സിഐ പ്രതാപചന്ദ്രൻ മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ, ആ ദൃശ്യങ്ങൾ തന്നെ പുറത്തു വന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ ഈ ഇവരുടെ പരാതിക്ക് തെളിവായി മാറിയിരിക്കുന്നത്. ക്രൂരമായ മർദ്ദനത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. ഈ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതിന് പിന്നാലെ വിവരം വളരെ പെട്ടെന്ന് തന്നെ ഉന്നത ഉദ്യോഗസ്ഥർ മുഖ്യമന്ത്രി അറിയിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സി എ പ്രതാപചന്ദ്രനെതിരെ വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മുഖ്യമന്ത്രി നൽകിയിട്ടുണ്ട്. ഇത്രയും ക്രൂരമായ ഒരു അതിക്രമം ഉണ്ടായത്, സ്റ്റേഷനിലേക്ക് വന്ന ഒരു സ്ത്രീക്ക് നേരെ ഇത്രയും ക്രൂരമായ ഒരു അതിക്രമം ഉണ്ടായത് പോലീസ് സേനയ്ക്ക് തന്നെ അത് വലിയ അപമാനമായി മാറുന്ന ഒരു സാഹചര്യം. ഒരു വ്യക്തിയുടെ, ഒരു സിഐയുടെ നടപടിയാണ് ഇത്രയും വലിയ ഒരു സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. അതുകൊണ്ട് തന്നെയാണ് കർശന ഇടപെടൽ ഇതിലുണ്ടായിരിക്കുന്നത്. പ്രതാപചന്ദ്രന്റെ എതിരെ ഉടൻ തന്നെ നടപടി ഉണ്ടാകും. അതിന് കർശന നിർദ്ദേശം മുഖ്യമന്ത്രി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. തിയോഫിൻ, ശരി.